നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? ആവശ്യമില്ലാത്തവർക്ക് വീട്ടിൽ അമിത സ്വാതന്ത്ര്യം കൊടുത്താ ഇതും ഇതിലപ്പുറവും നടക്കും. എന്താ അമ്മ ഇത്? ഇവരെന്തൊക്കെയാ പറയുന്നത്? അമ്മ എന്താ ഈ ബാഗൊക്കെ ആയിട്ട്? എനിക്കൊരു സ്ഥാനമില്ലാത്ത ഈ വീട്ടിൽ ഞാൻ എന്തിനാ നിൽക്കുന്നേ? ഈ വീട്ടിൽ അമ്മയ്ക്ക് സ്ഥാനമില്ലെന്ന് ആരാ പറഞ്ഞത്? ആരും പറയണ്ട. എന്നെ അനുസരിക്കാതെ എന്റെ വാക്ക് ധിക്കരിക്കുന്നതിന്റെ അർത്ഥം ഞാൻ ഇവിടെ ആരുമല്ലെന്നല്ലേ? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ എനിക്കുണ്ട്. അമ്മേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയാമോ? നിന്റെ അനുവാദം വാങ്ങിയിട്ടാ ഞാൻ ഈ വീട്ടിൽ അവശേഷിക്കുന്ന ഗൗരിയുടെ വസ്തുക്കളെല്ലാം എടുത്തു മാറ്റാൻ തുടങ്ങിയത്. പക്ഷേ ആ ഗംഗ, അവൾ എന്നെ അതിന് അനുവദിച്ചില്ല. മഹേട്ടനുള്ളപ്പോ ഇതൊക്കെ ചെയ്താ പോരെ? മാളുവിന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പല്ലേ? ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനേ നാത്തോൻ ഇവിടെ ഉണ്ട്. സിമേ, എല്ലാം പുറത്തുകൊണ്ടേ കൂട്ടിയിട്ട് കത്തിക്ക്. പറ്റില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. എന്നെ അവൾ എതിർത്തു. എന്നെ അവൾ ചോദ്യം ചെയ്തു. എന്നെ അപമാനിച്ചു. ഞാൻ ഈ വീട്ടിൽ നിലവിളക്കോടെ വലതുകാലം വെച്ച് കയറിയിട്ട് ഇത്രയും വർഷങ്ങളായി. ഇന്നുവരെ എന്നെ ആരും ഇവിടെ ചോദ്യം ചെയ്തിട്ടില്ല, അപമാനിച്ചിട്ടില്ല. ഞാൻ അതിന് അവസരവും കൊടുത്തിട്ടില്ല. ഈ കാര്യത്തിൽ പോലും ഞാൻ നിന്നോട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നീ അതിന് അനുവാദവും തന്നിരുന്നു. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവൾ ആരാണ്? ഈ വീടിന്റെ ഐശ്വര്യവും ഈ വീട്ടിൽ എല്ലാവരുടെയും സന്തോഷവും മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടി മാത്രമേ ഞാൻ ഓരോ തീരുമാനവും എടുത്തിട്ടുള്ളൂ. എന്നിട്ടിപ്പോ എവിടെയോ കിടന്ന ഒരുത്തി, ഈ വീട്ടിൽ ആരും അല്ലാത്ത ഒരുത്തി എന്നെ നാണം കെടുത്തി. ഇതെല്ലാം സഹിച്ച് ഞാൻ ഇവിടെ കഴിയുന്ന എന്തിനു വേണ്ടിയാ? ഗംഗേ, 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 എവിടെയാ നീ? ഗംഗേ, എന്താ മഹേട്ടാ? നീ എന്തിനാ എന്റെ അമ്മയെ അപമാനിച്ചത്? അത് ഞാൻ മാളു. ഒരക്ഷരം മിണ്ടരുത്. ഈ വീട്ടിൽ എന്റെ അമ്മയുടെ വാക്കാണ് അവസാന വാക്ക്. അതിനപ്പുറം ഇവിടെ ഒന്നുമില്ല. ഈ വീട്ടിലുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഒരു തീരുമാനവും അമ്മ എടുക്കില്ല. അമ്മ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാര്യവും കാരണവും ഉണ്ടാവും. അതാരും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇനി മേലിൽ ഇവിടെ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവാൻ ഇടവരരുത്. മഹി, ഇവിടെ നടന്നൊന്നും നീ കണ്ടില്ല. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു ഇവളുടെ പ്രകടനം. അതെ അതെ, എന്റെ ദൈവമേ, ഇങ്ങനെയുണ്ടോ പെൺകുട്ടികള്? പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേ? അത് ഈ വീട്ടിൽ ഒരു അഭയാർത്ഥിയെ പോലെ കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളവരെ ചോദ്യം ചെയ്യാന്ന് വെച്ചാ മോശം പറഞ്ഞ പോരാ, മഹാമോശമായി പോയി. പാവം ആന്റി ആയതുകൊണ്ടാ ഇത്രയും ക്ഷമിച്ചു നിന്നത്. ഞാൻ ക്ഷമിച്ചു എന്നാരാ പറഞ്ഞത്? എന്നെ ഇത്ര അപമാനിച്ച് ഇവളുള്ള ഈ വീട്ടില് ഞാൻ ഇനി താമസിക്കില്ല. ഞാനിവിടെ വേണോ അതോ ഇവളിവിടെ വേണോ എന്ന് ഇനി മഹി തീരുമാനിക്കട്ടെ. അമ്മയെ ധിക്കരിക്കുന്ന ആർക്കും ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. വീട്ടിലേക്ക് വന്ന എന്റെ മോൻ തിരിച്ചിറങ്ങി പോയത് കണ്ടോ? അർഹതയില്ലാത്തവർക്ക് സ്നേഹം പോലും കൊടുക്കരുതെന്ന് പറയുന്ന ഇതാണ്. ഞാൻ എന്റെ മുറിയിലേക്ക് പോവാ. ഇനി ഞാൻ വരുമ്പോ ഇവൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അക്കാര്യം ഞാൻ ഏറ്റു. നാത്തോൻ ധൈര്യമായിട്ട് മുറിയിലേക്ക് പൊയ്ക്കോ. ചെല്ല്.
എന്തിനാടി കണ്ണും മിഴിച്ച് ഇനി ഇവിടെ നിൽക്കുന്നേ? പറഞ്ഞത് കേട്ടില്ലേ? നിന്റെ പെട്ടിയും പ്രമാണം എടുത്ത് ഇറങ്ങിക്കോ. ഹോ, എന്തൊരു അഹങ്കാരമായിരുന്നു. ഇതോടെ എല്ലാം തീർന്നില്ലേ? നിന്റെ പൂങ്കണ്ണീരൊന്നും ഇവിടെ ആർക്കും കാണണ്ട. സമയം കളയാതെ വേഗം സ്ഥലം വിടാൻ നോക്ക്. പറഞ്ഞത് കേട്ടില്ലേ? പോടി. പോയി എടുക്കാനുള്ള എന്താന്ന് വെച്ചാൽ എടുത്ത് വേഗം എടുത്ത് ഇറങ്ങ്. പോടി കൊണ്ട്. അങ്ങനെ ഒരു ശല്യം ഒഴിഞ്ഞു. ഇനി അടുത്തത്. നമുക്കെതിരെ നീങ്ങുമെന്ന് സംശയം തോന്നുന്ന ഓരോരുത്തരെ ഒഴിവാക്കി ഈ വീടും സ്വത്തുക്കളും എല്ലാം നമ്മുടെ മാത്രം സ്വന്തമാവും. എന്നിട്ട് വേണം എനിക്കിവിടെ ഒന്ന് ഭരിക്കാൻ, ഈ വീട്ടിലെ റാണിയാവാൻ. അപ്പൊ ഞാൻ നീ രാജകുമാരി, ഇവിടത്തെ യുവരാജാവിന്റെ ഭാര്യ. ഞാൻ രാജമാതാ ഹൈമവതി. നമുക്കങ്ങ് ആർമാദിക്കണം. ആവേശം വേണ്ട. സൂക്ഷിച്ചു നീങ്ങിയില്ലെങ്കിലേ പല ഭാഗത്തു നിന്നും പാരകൾ വരും. അത് ശരിയാ. എന്റെ ശ്രീ മഹേശ്വര ഭഗവാനെ, എന്തൊക്കെ സ്വപ്നങ്ങളായിട്ട് ഞാൻ ഈ പടി ചവിട്ടിയത്. എന്തിനു വേണ്ടിയാ ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്നത്? എല്ലാം നിനക്കറിയാവുന്നതല്ല ശ്രീ മഹേശ്വര. ഇപ്പോ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യവും നടക്കാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരികയാണല്ലോ. ശ്രീ മഹേശ്വര, ഞാൻ ഇറങ്ങുക. എന്റെ പ്രാർത്ഥനകളെല്ലാം നടത്താൻ ഞാൻ എന്റെ ഭഗവാനെ തന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.